ഞാൻ ഇന്നിവിടെ അടുത്തൊരു ചെറിയ മാർക്കറ്റിലാണ് നിൽക്കുന്നത്. എനിക്ക് ചുമന്നുള്ളി കിലോ 20 രൂപയാണ് പറഞ്ഞത്. ഞാൻ എപ്പോഴേക്കും ആ ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഞാൻ 2 കിലോ ഉള്ളി മേടിച്ചു കേട്ടോ. 2 കിലോ ഉള്ളി മേടിച്ചു. അതിൻ്റെ ബാക്കി തരുന്നുണ്ട്. ഞാൻ എന്താ ഇവിടെ അടുത്ത് വേറൊരു 2 പിള്ളേർ ഇവിടെ ഒരു കച്ചവടം നടത്തുന്നുണ്ട്, അപ്പൂപ്പനുമായിട്ട് സഹായിക്കാനായിട്ട്. അവരുടെ അടുത്ത് നിന്ന് ഞാൻ മുള്ളങ്കി മേടിക്കാൻ വന്നതാണ്. ആ മുള്ളങ്കിയും 10 രൂപയാണ്. പിന്നെ ഇപ്പുറത്ത് പൂവുണ്ട്, അതെല്ലാം ഓരോ പാക്കറ്റ് 20 രൂപ വെച്ചിട്ടാണ്. ഞാനിപ്പോൾ മുള്ളങ്കി എടുക്കാനായിട്ട് വന്നതാണ്. ഇപ്പം ഞാനിവിടെ ഒരു ചൊരയ്ക്ക മാത്രമുള്ള ഒരു കടയിലാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ 15 രൂപയാണ്. ഞാനിപ്പം എനിക്കിതാ ഈ സാധനം എടുക്കാനുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റാണ്. ഗോംകൂറാൻ ആന്ധ്രയിലൊക്കെ പറയും, ഇവിടെ പുളിച്ചക്കീര എന്ന് പറയും. നല്ല പൂക്കളൊക്കെ ആയിട്ട് ഉള്ളത് ഒരു ചെടിയാണ്. ഞാനൊരു കെട്ടെടുത്തിട്ടുണ്ട്, 10 രൂപയാണ്. ഇതൊരു പ്രത്യേക തരത്തിലാണ് കുക്കിംഗ് ചെയ്യേണ്ടത്. ഈ ചീരയ്ക്ക് പുളിയുണ്ട്. ഞാനത് ഒരു ദിവസം കുക്ക് ചെയ്ത് കാണിച്ചു തരാം. വളരെ നല്ല ഒരു വിഭവമാണ്, കുറേ നാൾ കേടുകൂടാതിരിക്കും. ആ ചേട്ടനെ എന്നെ കൊണ്ട് ചൊരക്കയും ഒടിപ്പിച്ചു കേട്ടോ. ഞാൻ ആ ഉണ്ട ചൊരക്ക മേടിച്ച് അത് ഞാൻ 2-3 രീതിയിൽ പാചകം ചെയ്യാറുണ്ട്. അമ്മൂമ്മയെടുത്ത് തേങ്ങയുടെ വില ചോദിച്ചു. അമ്മൂമ്മ വലിയ തേങ്ങയ്ക്ക് 30, നടുവിലത്തെ തേങ്ങയ്ക്ക് 3 എണ്ണം 15, ഈ ചെറിയ തേങ്ങയ്ക്ക് ഒരെണ്ണത്തിന് 15. ഇല്ല, ഫ്രഷായിട്ട് മല്ലിയില ഉണ്ടായിരുന്നു, പുതിന ഇലയും ഉണ്ട്. ഞാൻ മല്ലിയില ഒരു 10 രൂപയ്ക്ക് ഒരു ഇത് മേടിച്ചായിരുന്നു. ഒരു ബാക്കി 10 തന്നു, 20 രൂപയ്ക്ക്. അപ്പോൾ 10 രൂപയ്ക്ക് ഞാൻ ഒരെണ്ണം മേടിച്ചു. നാരങ്ങയെല്ലാം 10 രൂപ. അതാ 2 കൊച്ചു കുട്ടികളിരുന്ന് അവരെ വീട്ടുമുറ്റത്ത് തന്നെ കച്ചവടം ചെയ്യുന്നു. ഇതെല്ലാം 10 രൂപയാണ്. മഞ്ഞൾ, പച്ചമഞ്ഞൾ വന്നിട്ടുണ്ട്. കിലോയ്ക്ക് 35 രൂപയാണ്. ഞാൻ പൊതുവെ ഇത് വാങ്ങിച്ചുകൊണ്ട് പോയി നല്ല വൃത്തിയാക്കി കഴുകി ഉണക്കി പൊടിക്കാറുണ്ട്. ഞാൻ 10 രൂപയ്ക്ക് ഗ്രീൻ പീസും 10 രൂപയ്ക്ക് ഈ ഒരു പയറുണ്ട് ഇവിടെ. അത് രണ്ടും കൂടെ 10 രൂപയ്ക്ക് മേടിച്ചു. 20 രൂപ കൊടുക്കണു. ഈ പയറിട്ട് നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ പയറെടുത്തിട്ട് കറി വയ്ക്കാറുണ്ട്. ആ കറി വയ്ക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം കാണിച്ചു തരാം. ഈ ഫ്രഷായിട്ട് ഈ സീസണിൽ മാത്രമേ ഇതൊക്കെ കിട്ടുകയുള്ളൂ, ഈ പൊങ്കൽ സമയത്ത്. അതാണ് ഇവിടെയൊക്കെ കാണുന്നത്. ഈ പയർ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങൾക്ക് ഇവിടുത്തെ പച്ചക്കറികൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ഇവിടെ വന്ന വിഭവങ്ങൾ ഉണ്ടാക്കാനും ഞങ്ങൾക്ക് ഒത്തിരി പച്ചക്കറികൾ ഞാൻ എപ്പോഴും ചെന്ന് മേടിക്കാറുണ്ട്. കുറേ സ്റ്റോക്ക് ചെയ്ത് 3-4 കറികൾ, ഇങ്ങനെ കുറേ പച്ചക്കറികൾ തന്നെ കഴിക്കും. അതുകൊണ്ട് എനിക്കിതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. താങ്ക് ഫോർ വാച്ചിങ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. താങ്ക് യു. എപ്പോഴും